ടോം, എൻ്റെ വൈഫ് ജോസ്ന, മക്കൾ അലീറ്റ്സ ആൻഡ് ആദിൽ. ഞങ്ങൾ സിംഗപ്പൂരിൽ നിന്നാണ് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. എൻ്റെയും എൻ്റെ കുടുംബത്തിലും ഒരു വലിയൊരു ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൽ നിന്ന് അമ്പമാതാവ് ഞങ്ങളെ രക്ഷിച്ചു. കൂടാതെ ഒത്തിരി അധികം അനുഗ്രഹങ്ങൾ തന്നു. അതിന് നന്ദി പറയാൻ വേണ്ടി ആണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 ജൂലൈ 29 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ സിംഗപ്പൂർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ അവിടെ PR ആണ്. എൻ്റെ വൈഫ് അവിടെ PR-ൻ്റെ ഫാമിലി വിസയിൽ, ഡിപ്പെൻഡൻ്റ് വിസയിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ വിസ എല്ലാ വർഷവും റിന്യൂ ചെയ്യേണ്ട ഒരു വിസയാണ്. അപ്പം ആ വിസയുടെ റിന്യൂവൽ സമയത്ത് പെട്ടെന്ന് ആ വിസ റിജക്റ്റായി. അപ്പം റിജക്റ്റ് ആകാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ വൈഫ് ഈ സംഭവം നടക്കുന്നതിന് ഒരു വർഷം മുമ്പ് എൻ്റെ വൈഫ് പാസ്പോർട്ട് റിന്യൂ ചെയ്തിരുന്നു. ആ പാസ്പോർട്ടിൽ പഴയ SSLCയിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിരുന്നു. അത് വെച്ച് പാസ്പോർട്ട് എടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ SSLC അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റ് ചെയ്ത് ഞങ്ങൾ പാസ്പോർട്ട് റിന്യൂ ചെയ്തു. അപ്പോൾ ആ റിന്യൂ ചെയ്ത പാസ്പോർട്ടുമായിട്ട് ആ സമയത്ത് ഞങ്ങൾ ജൂണിൽ പിള്ളേർക്ക് ഹോളിഡേ ആയിരുന്നു, ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പാസ്പോർട്ട് വെച്ച് വൈഫ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. NRI ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കിയിട്ടാണ് ഇവിടുന്ന് പോയത്. അതിനുശേഷം എൻ്റെ വൈഫ് അവിടെ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ആ വിസ പെട്ടെന്ന് റിജക്റ്റ് ആകുന്നത്. അപ്പോൾ റിജക്റ്റ് ആയ സമയത്ത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളോട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ചോദിച്ചിരുന്നു. അവർ ചോദിച്ച ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞങ്ങൾ ആക്ച്വലി കറക്റ്റ് സമയത്ത് ഞങ്ങൾ കൊടുത്തു. എന്നിട്ട് അവർക്ക് ഞങ്ങളുടെ എക്സ്പ്ലനേഷൻ അത്രയ്ക്ക് തൃപ്തിയായിട്ട് തോന്നിയില്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം വിസ റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. അപ്പം ആക്ച്വലി ഞാൻ സിംഗപ്പൂർ 15 വർഷമായിട്ട് ഞാൻ അവിടെ ഉണ്ട്. പക്ഷേ ഫാമിലി വിസ കിട്ടിയിട്ട് 2 വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് ഫാമിലിയായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ വിസ പെട്ടെന്ന് റിജക്റ്റ് ആയി കഴിഞ്ഞപ്പം എൻ്റെ വൈഫിന് പെട്ടെന്ന് നാട്ടിലോട്ട് തിരിച്ചു വരണം, അല്ലെങ്കിൽ പിള്ളേർക്ക് എനിക്കവിടെ തന്നെ പിള്ളേരെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിള്ളേരും നാട്ടിലോട്ട് തിരിച്ചു വരണം, അങ്ങനെ ഒരു അവസ്ഥയായി. ഈ വിസയുടെ ഇഷ്യൂ സോൾവ് ആയില്ലെങ്കിൽ. അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി ഒരു സങ്കടപ്പെട്ടത് അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്കായി. അപ്പോൾ ഒരു ദിവസം വൈഫ് ഇവിടെ 2019 മുതൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആക്ച്വലി കൃപാസനത്തിൽ ഒത്തിരി പ്രാവശ്യം വൈഫിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. 2019 ഒരു പ്രാവശ്യം ഞാൻ ജപമാല റാലിയൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൃപാസനത്തിൽ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ അത്ര വലിയ ആത്മീയതയോ പ്രാർത്ഥനയോ അങ്ങനെയുള്ള ഒരു ആളൊന്നും അല്ലായിരുന്നു. അച്ഛൻ പറയുന്ന പോലെ കൂടുതലായിട്ടും എനിക്കവിടെ ജോലിയുണ്ട്, എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ച് ഞാനങ്ങനെ ജീവിക്കുകയായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു ഇരുട്ടടി പോലെ വിസ റിജക്റ്റ് ആകുന്നത്. അപ്പോൾ വൈഫ് എന്നോട് ഒരു ദിവസം പറഞ്ഞു, പെട്ടെന്ന് നമുക്കൊരു 7 ദിവസത്തേക്ക് എൻ്റെ കൂടെ രാവിലെ ഒന്ന് എഴുന്നേക്കാവോ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി എന്ന് ചോദിച്ചു. ഇതിനു മുമ്പ് എന്നോട് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ. കാരണം വിസ റിജക്റ്റ് ആയപ്പോൾ അവൾക്ക് നല്ലപോലെ സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു എഴുന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. കുറച്ച് ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ തന്നെ മാതാവ് ഇങ്ങനെ തോന്നിക്കുവാണ് ഉടമ്പടി എടുക്കണമെന്ന്. അപ്പം അതിനു മുമ്പ് തന്നെ ഈ ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വൈഫിനോട് ചോദിക്കാൻ എനിക്ക് മടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വൈഫ് അറിയാതെ ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും എനിക്ക് കുറച്ച് ടൈം കിട്ടും. അപ്പം ഞാൻ പോകുന്ന വഴിക്കുള്ള അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളെല്ലാം തന്നെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ കേട്ട് എനിക്ക് ഉടമ്പടിയെപ്പറ്റി കുറച്ചൊരു ഐഡിയയൊക്കെ ആയി. പക്ഷെ എന്നാലും ഉടമ്പടി എടുക്കാൻ എനിക്ക് മടിയായിരുന്നു. ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യണ്ടേ, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെ. അപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പിന്നെയും കടന്നു നോക്കി, പിന്നെ ഇത് തന്നെ സംഭവിക്കുന്നു. അപ്പോൾ എന്നിട്ട് പിന്നെ എന്നോട് ഇങ്ങനെ പറയുവാണ്, പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്, നീ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. എടുത്ത ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു സഞ്ചാരി മാതാവ് അവിടെ എൻ്റെ കൂടെ സിംഗപ്പൂർ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ലൊരു അഡിക്റ്റ് ഉണ്ട്. ഞാൻ ഒത്തിരി ഫോൺ യൂസ് ചെയ്യും, ഫേസ്ബുക്ക്, ഇൻസ്റ്റ എല്ലാം യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഈ ഉടമ്പടി എടുത്ത ആ നിമിഷം തന്നെ എൻ്റെ ഫോണിൽ നിന്ന് ഇതെല്ലാം ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. അത് ഞാനായിട്ട് ചെയ്തതാണെന്ന് എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല. എനിക്ക് തോന്നുന്നു മാതാവായിട്ട് അത് ചെയ്യിപ്പിച്ചതാണ്. കാരണം
എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ സംഭവം ദുരന്തം സംഭവിക്കാൻ പോകുന്നതെന്ന് മാതാവിന് നേരത്തെ അറിയായിരുന്നു. അപ്പോൾ എന്നെ ഒന്ന് പ്രിപ്പയർ ആക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. ഞാൻ ആക്ച്വലി അല്ലെങ്കിൽ ഞാൻ എല്ലാം ഈസി വേ ഈസി ഗോ ഒരു പ്ലേ ബോയ് ആ ടൈപ്പാണ്. അപ്പം ഇത് ചിലപ്പോൾ എന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നൊരു തോന്നലുണ്ടായി ഈ മാതാവിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തു. പിന്നെ ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ ചെയ്യാൻ തുടങ്ങി. ഒരു 4 ദിവസം കഴിഞ്ഞപ്പം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻ്റെ വൈഫിനൊരു കോൾ വന്നു. അപ്പം ഞാനോർത്തു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. അപ്പം ഞാനോർത്തു വിസ കിട്ടും, എല്ലാം റെഡിയാവും എന്നുള്ള രീതിയിലാണ് ഞാനും വൈഫും കൂടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നത്. അന്ന് ആക്ച്വലി എനിക്ക് ഓഫായിരുന്നു. ആക്ച്വലി വൈഫിനെ മാത്രമേ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വെറുതെ അവിടെ പോയതാണ്. അപ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് 2 ബിൽഡിംഗ് ഉണ്ട്. ഒരു ബിൽഡിങ് വിസയൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ബിൽഡിങ്ങും അതിൻ്റെ പുറകിലായിട്ട് വേറെ ബിൽഡിംഗ് ഉണ്ട്. അത് കുറേ വർഷമായിട്ട് ഞാൻ അവിടെ ഉണ്ട്. പക്ഷെ ഞാനതൊന്നും ആ ബിൽഡിംഗ് അത്രയ്ക്ക് അങ്ങ് ശ്രദ്ധിക്കുന്നൊരു ബിൽഡിംഗ് ഒന്നും അല്ലായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെയിൻ ബിൽഡിങ്ങിലാണ് പോയത് വിസയൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. ഞങ്ങൾ ഓർത്ത വിസയുടെ ഇഷ്യൂവിനാണ് ഞങ്ങളെ വിളിക്കുന്നതെന്നാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളെ കൊണ്ടുപോയത് അപ്പുറത്തെ സെക്കൻഡ് ബിൽഡിങ്ങിലോട്ടാണ്. അത് അവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലോ എൻഫോഴ്സ്മെൻറ്റ്, അവിടുത്തെ ക്രൈം ഡിവിഷൻ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അവിടെ ചെന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എൻ്റെ വൈഫിൻ്റെ പേരിൽ സിംഗപ്പൂർ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. 1 വർഷം മുമ്പ് വൈഫ് പാസ്പോർട്ട് റിന്യൂ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് വേണം. അപ്പോൾ അവർക്ക് ഞങ്ങൾ കൊടുത്ത എക്സ്പ്ലനേഷൻ അത്രയ്ക്ക് തൃപ്തിയായിട്ട് തോന്നിയില്ല. അതിൻ്റെ പേരിൽ അവരൊരു കേസ് എടുത്തു. അവിടുത്തെ റൂൾ അനുസരിച്ച് നമ്മൾ സിംഗപ്പൂർ എൻ്റർ ആകുന്നതിന് മുമ്പ് തന്നെ ഒരു പാസ്പോർട്ട് പർട്ടിക്കുലർ വെച്ച് എൻ്റർ ആവണം. പിന്നെ നമ്മളത് മാറ്റുന്നതിന് ഇച്ചിരി കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ആക്ച്വലി അതിൻ്റെ പേരിലാണ് കേസെടുത്തതെന്നാണ് ഞങ്ങളുടെ ധാരണ. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവർ കേസെടുത്തത് അതിൻ്റെ പേരിലല്ല. കാരണം എൻ്റെ വൈഫ് പാസ്പോർട്ട് റിന്യൂ ചെയ്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്തിരുന്നു. എല്ലാ ഡോക്യുമെൻറ്റ്സും ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ എല്ലാം പുതിയ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് മാറി. അപ്പോൾ അവർക്കൊരു ഡൗട്ട്, എൻ്റെ വൈഫ് എന്തോ വലിയൊരു ക്രൈം ചെയ്തു, എന്തോ ഒരു സ്കാമോ മാനിപ്പുലേഷനോ അങ്ങനെ എന്തോ ചെയ്തു, എല്ലാം ഒരു ആൾ മാറാട്ടം നടത്തിയെന്ന് അവർക്കൊരു ഡൗട്ട്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒരു രീതിയിലും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളുടെ പേരിൽ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ കൂടുതൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ഞങ്ങളുടെ മൊബൈൽ ഫോൺ ട്രാക്കിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ വൈഫിൻ്റെ പേരിൽ കേസെടുത്തു. ആദ്യത്തെ ദിവസം ഒരു രാവിലെ 10 മണിയായപ്പോഴാണ് ഞങ്ങളവിടെ പോയത്. 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ എൻ്റെ വൈഫിനെ അവരവിടെ എടുത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അപ്പം ഞാൻ പുറത്ത് നിൽപ്പുണ്ട്. എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചു ഇതെന്താ സംഭവം എന്നാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് എന്തെങ്കിലും ക്രിമിനൽ കേസൊക്കെ പെട്ട് ഇൻവെസ്റ്റിഗേഷൻ വരുന്നവരെ കൊണ്ടിരുന്നതെന്ന് മനസ്സിലായി. അപ്പം തന്നെ എൻ്റെ റിലെല്ലാം പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാതാവ് എന്നെക്കൊണ്ട് എന്തിനായിരുന്നു ഉടമ്പടി എടുപ്പിച്ചതെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത് ആക്ച്വലി. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്താലോ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് ഓർത്തിട്ട് ഞാനാണ് ഫോൺ എടുത്തത്. പക്ഷേ ഫോൺ പിന്നെയാണ് എനിക്ക് മാതാവ് തന്നെ എനിക്ക് ബോധ്യങ്ങൾ തരുന്നുണ്ട്. കാരണം സിംഗപ്പൂർ ഇതനുസരിച്ച് നമ്മൾക്ക് അവിടുത്തെ ക്രിമിനൽ കേസിൽ നമുക്ക് വേറെ ആരെയും നമുക്ക് ഇൻവോൾവ് ചെയ്യാനോ നമ്മുടെ നാട്ടിലെ പോലെ MLA യോ മന്ത്രിയോ അങ്ങനെയൊന്നും വിളിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അവർ വേറെ കേസെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫോണിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതവിടെ ഇരുന്ന് ചെല്ലാൻ തുടങ്ങി. കുറേ നേരം ചെല്ലി. എന്നാ ചെയ്യണമെന്ന് വേറെ ഒന്നും അറിയത്തില്ല. അത് മാത്രമേ എനിക്കപ്പോൾ തോന്നിയുള്ളൂ. അത് കുറേ നേരം ചെല്ലി കഴിഞ്ഞപ്പോൾ 12:30 ആയപ്പോൾ വൈഫ് എന്നെ വിളിച്ചു. വൈഫ് കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. എന്നോട് പറഞ്ഞു പ്രശ്നം ഭയങ്കര സീരിയസ് ആണ്, എൻ്റെ പേര് കേസാണ്, അവർ പറയുന്നത് ഞാൻ ജയിലിൽ പോകേണ്ടി വരും, എൻ്റെ വിസ ക്യാൻസൽ ചെയ്ത് എന്നെ നാട്ടിൽ പറഞ്ഞു വിടും, അല്ലെങ്കിൽ ഫൈൻ അടിക്കും, ഹ്യൂജ് എമൗണ്ട് ഫൈനാ അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്ന് ഞാൻ ആശ്വസിപ്പിച്ചു, കുറച്ച് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്ത്. അപ്പോൾ അവരെന്നെ അകത്തെന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് ആശ്വസിപ്പിച്ച് അവൾ കുറച്ച് ചോദിച്ചതെന്നാന്ന് വെച്ചാൽ ഇതിനു മുമ്പ് എന്നാണ് സിംഗപ്പൂർ എൻ്റർ ആയത്, വിസയുടെ ഡേറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ അത് കുറച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ കയറ്റി വിട്ടു. അപ്പോൾ പിന്നെ തിരിച്ചു വരുന്ന 5 മണി ആയപ്പോഴാണ്. 5 മണി ആയപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്നും പറഞ്ഞ് ഞാൻ ചെന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് വൈഫിൻ്റെ പേരിൽ മാത്രമല്ല കേസ് എൻ്റെ പേരിലുണ്ടെന്ന്. അപ്പോൾ എനിക്ക് അപ്പോൾ പെട്ടെന്നൊരു ഷോക്കായിപ്പോയി. കാരണം ഒരു പെറ്റി കേസിൽ പോലും പെടാത്ത ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ 2 പേരുടെയും ബേസിൽ സിംഗപ്പൂർ പോലെയുള്ള ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അവിടെ കേസിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തീർന്നു കൂട്ടിയാൽ മതി. അങ്ങനെയുള്ള സമയത്ത് ഒരു കേസിൽ പെടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ചില്ല്, റിലാക്സ്, ഭയങ്കര എപ്പോഴും TV ഓണ്, ഭയങ്കര ഇതായിട്ടുള്ളൊരു വീടായിരുന്നു. ഈ കേസുമായിട്ട് ഞങ്ങൾ 2 പേരുടെയും പേര് കേസാണെന്നും അറിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് മിണ്ടണമെന്നോ എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല. കുറച്ച് ദിവസം ഞങ്ങളുടെ വീടൊരു മരണ വീട് പോലെയായിരുന്നു.
പിന്നെയാണ് ഉടമ്പടി, കാരണം ഇതിനകത്ത് ദൈവികമായിട്ടല്ലാതെ മാനുഷികമായിട്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ വൈഫ് ഓൾറെഡി അവിടെ ഉടമ്പടിയിലാണ്, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഇതല്ലാതെ വേറൊരു ഇതിലും ഞങ്ങളെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ നോയമ്പെടുക്കാൻ തുടങ്ങി. ഞാനും വൈഫും കൂടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഞങ്ങൾ ശാരീരികമായ വിശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. ഈ കേസ് തീരുന്നവർ വരെ ഞങ്ങൾ ചെയ്യാമെന്ന് ഞങ്ങൾ ചിരിച്ചു. കാരണം ഇത് സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ്. കാരണം 1 വർഷം വരെ തടവ് ഒരു കേസിന് കിട്ടും. 4000 സിംഗപ്പൂർ ഡോളർ പിഴയുണ്ട്. എൻ്റെ പേരിൽ 3 കേസും വൈഫിൻ്റെ പേരിൽ 3 കേസും. അപ്പോൾ മൊത്തം 6 ക്രിമിനൽ കേസാണ്. എല്ലാം ക്രിമിനൽ കേസുകളാണ്. അപ്പോൾ ക്രിമിനൽ കേസിൻ്റേതായ കോംപ്ലിക്കേഷൻസ് വേറെയുണ്ട്. അപ്പം ഞങ്ങൾ ആ സമയത്താണ് എൻ്റെ വൈഫിന് നാട്ടിൽ വരാൻ വേണ്ടി ഒരു 4 ഡേയ്സ് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് വൈഫിൻ്റെ വിസ സ്റ്റിൽ ഓണാണ്. അപ്പം ഞങ്ങൾ അവിടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനോട് ചോദിച്ചു നാട്ടിൽ പോകുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അതിന് ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടി ഒരു ഭാഗ്യം ലഭിച്ചു. അപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വൈഫിനൊരു കാശുരൂപം കൊടുത്തു. അതിന് പറഞ്ഞു കേസ് തേഞ്ഞു മാഞ്ഞ് ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ അച്ഛൻ പറയുന്നത് നമ്മളോടൊന്ന് സാക്ഷ്യം പറയണമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പിന്നെ അച്ഛൻ എന്താ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഞാൻ അന്നേരം ചിന്തിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കേസ് ഫയലും കേസ് ഉണ്ടെന്നും പറഞ്ഞ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ലെറ്റർ തന്നായിരുന്നു എൻ്റെയും വൈഫിൻ്റെയും പേരിൽ. ആ ലെറ്ററും ആ പാസ്പോർട്ട് ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അച്ഛൻ മാതാവിൻ്റെ രൂപത്തിലും ഈശോയുടെ ഇതിലും കൊണ്ട് സമർപ്പിച്ചായിരുന്നു. എന്നിട്ടാണ്